ഹലോ ഗൈസ്, മോഹൻലാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനെ കൂടെ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രൂപയും സിയസൊക്കെ അവർ പറയുന്നുണ്ട്, ഇത് നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, അയാൾക്ക് എവിടുന്നേലും ഒരു 10 വയസ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, കാരണം ജയിലിൽ കിടന്ന് അത്രത്തോളം അടി കൊണ്ടിട്ടാണ് അവൻ വന്നത്. ഇനി അച്ഛനും മകനും കൂടെ ആയിരിക്കും ചിലപ്പോൾ രാത്രിയിൽ ഓരോരുത്തർ തല പൊളിക്കാൻ ഇറക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ സിയസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കല്യാണിക്ക് ചെറുതായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അവരെ സഹായിക്കുന്ന ആരാന്ന് എങ്ങനെയും കണ്ടുപിടിക്കണം, എങ്കിലേ ബാക്കിയുള്ള കാര്യം എന്ത് ചെയ്യണമെന്നെങ്കിലും തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കാർത്തികേയനെയാണ്. കാർത്തികേയ ലക്ഷ്മിയോട് പറയുവാണ്, രണ്ടുപേരും കൂടി ഇപ്പോൾ അർമാദിച്ച് നടപ്പുണ്ട്. ആ മുത്തശ്ശിയാണെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ ഭരിക്കുന്നതിനൊരു കൈയും കണക്കുമില്ല. എനിക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ എല്ലാത്തിനെയും കാലവാരി താഴേണ്ട സമയം വരെ കാത്തിരിക്കുക എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, പ്രകാശനോടുള്ള പക വീട്ടാൻ വേണ്ടി മാത്രമല്ല ഞാനിവിടെ വന്നേ, കല്യാണിനെയും കിരണിനെയും കാദംബരിനെ പോലെയൊക്കെ കുറേ നല്ല ആൾക്കാരുടെ അടുപ്പം നമുക്ക് വേണം. അത് മോളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇനി മോളുടെ ഭാവിയിലോട്ടാണെങ്കിലും അങ്ങനെ സഹായത്തിന് വിളിക്കാൻ പറ്റിയ ഒരാൾക്കാരുള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കല്യാണീനെയാണ്. കല്യാണി ദീപയോട് പറയുന്നുണ്ട്, അമ്മ ഒരു വലിയ ദുരന്തം നടന്നു, അമ്മയുടെ മകൻ പുറത്തിറങ്ങി വന്ന് ഇന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ദീപ പറയുന്നുണ്ട്, അവൻ രാജകുമാരനാവും, അവന് സൽപ്പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സൽപ്പേരുണ്ടായില്ലെങ്കിലും ദുഷ്പേരുണ്ടായി, അതൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഒരുപാട് ബന്ധുക്കാരും ഉണ്ട്. പെൺമക്കൾ രണ്ടും നല്ല രീതിക്ക് ജീവിക്കുന്നു എന്ന് ആരും പറയുമല്ലോ, ഇവൻ്റെ കാര്യം പറയും. പക്ഷേ എന്തായാലും ഇവനെ ഇനി സൂക്ഷിച്ചേ പറ്റുള്ളൂ, മോളെ എന്തായാലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നിഷയുടെ വീട്ടിലാണ്. നിഷയുടെ അച്ഛനും അമ്മയും നോക്കുമ്പം നമ്മുടെ മനോഹർ അവിടെ ചെല്ലുവാണ് കേട്ടോ, റോണിയേട്ടനായിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ പെട്ടെന്ന് ഇങ്ങ് വന്നേ? നിഷ കല്യാണമൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുക, ആ ചടങ്ങുകളൊക്കെ അടുത്തല്ലോ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയാം, ഒരു കാര്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ ഒരേ ഒരു അമ്മാവൻ മരിച്ചുപോയി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അവർ ചോദിക്കുമോ, അമ്മയുടെ ചേട്ടനല്ലേ, അപ്പോൾ പോലെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ മോനെ, കല്യാണം ഇപ്പോൾ മാറ്റി വെക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചോദിക്കുമോ നിഷയുടെ അമ്മ. അപ്പോൾ പറയുവാണ്, വീട്ടുകാരൊക്കെ ഒന്നും അത് സമ്മതിക്കുകയല്ല, ഒരു വർഷമെങ്കിലും കഴിയാണ്ട് കല്യാണം പറ്റത്തില്ലോ, അമ്മാവൻ അത്രയ്ക്കും വയ്യാത്ത അവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് മരിച്ചത് എന്തായാലും നന്നായി, പക്ഷേ കല്യാണം നടത്താൻ പറ്റുകയല്ല. ഒരു ജോത്സ്യനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ ജോത്സ്യം പറഞ്ഞത് ഇപ്പം നടന്നില്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴേ നടക്കുകയുള്ളൂ എന്നാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന നിഷയുടെ അച്ഛനും അമ്മയ്ക്കും ആൾക്കൂടെ വിഷമമാവുകയാണ്. എന്നിട്ട് നമ്മുടെ മനോഹർ പറയാം, ആർഭാടമായിട്ട് നടത്തണ്ട, ചെറിയൊരു ചടങ്ങായിട്ട് ഒരു രജിസ്റ്ററായിട്ട് നടത്താം, അത് വേണമെങ്കിൽ ഞാൻ അച്ഛനോടും അമ്മയോടും പറയാം, മറ്റാരോടും പറയണ്ടെന്ന്, എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ നമുക്ക് വലിയ ഫംഗ്ഷനായിട്ട് നടത്താമല്ലോ, അപ്പം നാട്ടുകാരോട് പറയാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകാമെന്ന് ഓർത്താന്ന് പറയുക കേട്ടോ. നിഷ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് വന്ന് ഇങ്ങനെ പറയണം തോന്നിയോണ്ട് പറഞ്ഞതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവദാസനും പറയുന്നുണ്ട്, കല്യാണമല്ലേ ഇമ്പോർട്ടൻ്റ് മോളുടെ, അല്ലാണ്ട് ഫംഗ്ഷൻ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിഷയുടെ അമ്മയോട്. പുള്ളിക്കാർ പറയുന്നുണ്ട്, മൂത്തയാളോ ഒളിച്ചോടിപ്പോയി, അതുകൊണ്ട് എൻ്റെ മോളുടെയെങ്കിലും നല്ലപോലെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തായാലും മോൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം, ഇനിയിപ്പം മോൻ പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ചിന്തിക്കാനും കൂടെ പറ്റത്തില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മനോഹർ പറയാം, അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്താം എന്ന് പറയുവാണ്. എന്നിട്ട് ഇവർ രണ്ടുകൂടെ പറയുക, മോളെ വിളിച്ച് പറയാം, മോൻ അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണല്ലോ അവൻ ഇതെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നെ മനോഹർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാഹുലിനെ ഫോൺ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നീ വെളിയിൽ നിൽപ്പുണ്ടല്ലോ, നിനക്ക് കയറി വരാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, താനൊന്ന് പുറത്തോട്ട് പാടോ, തന്നെ കൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, നാളെ എൻ്റെ കല്യാണമാണ്, തൻ്റെ ഫ്രണ്ടിൻ്റെ മോളുമായിട്ട് താൻ അവിടെ വരണം, അവരുടെ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ വരുന്ന പോലെ വന്നാൽ മതി, എന്നിട്ട് അവിടെ വെച്ച് താനും ഞാനും പരിചയമുണ്ടെന്നുള്ള രീതിയിൽ അഭിനയിക്കണം, എൻ്റെയും കുറച്ച് ബിസിനസ് ഡീലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയെന്ന് പറയണം കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ബാക്കി എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അഭിനയിക്കാൻ അവിടെ വേറെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഇനി ഞാനൂടെ കള്ളം പറയണമെന്ന് ചോദിക്കുമ്പോൾ പറയുക, താനെന്താ കള്ളം പറയാത്തത്, താൻ മുഴുവൻ കള്ളങ്ങളല്ലേ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ സരയുവിനോട് ഞാനൊരു DNA ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറയുക. അപ്പോൾ രാഹുൽ പറയാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷേ ഞാൻ എന്ത് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അതോർത്ത് താൻ പേടിക്കണ്ട, വട്ടുള്ള അമ്മായിയപ്പനെ കൊണ്ട് മരുമോനൊന്നും പുറത്ത് നടക്കാൻ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയും കൊണ്ട് ഇറങ്ങിക്കോളാം, താൻ ബാക്കി വന്ന് അഭിനയിച്ചാൽ മതി കാര്യങ്ങളെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാതെ അവസാനം രാഹുൽ സമ്മതിക്കുവാണ്. അപ്പോൾ മനോഹരോട്, തനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാനിത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ DNA ടെസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും താൻ പ്രാന്ത് പിടിച്ചോലെ ഇതിൽ ഓടേണ്ടി വരും, അത് വേണ്ടെന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനോഹർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.